അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ താരിഫ് ഏർപ്പെടുത്തുന്നു. കുറച്ച് കഴിയുമ്പോൾ മോദിയെ പ്രശംസിക്കുന്നു, വീണ്ടും മോദിയെ ചീത്ത വിളിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. സത്യം പറഞ്ഞാൽ മോദിക്കെതിരെ അല്ലെ ഇന്ത്യക്കെതിരെ ഈ താരിഫൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നീക്കമുണ്ടല്ലോ, ഇത് ശരിക്കും മലയാളികളെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇത് മാധ്യമങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാത്തതാണോ അതോ നമ്മൾ മനസ്സിലാക്കാത്തതാണോ? ഇന്നലെ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നത് കണ്ടത്, ട്രംപ് നീഡ്സ് മോഡിഫിക്കേഷൻ ആൻഡ് മോഡി ട്രംപ്സ് എന്താണ് ട്രംപ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം മോഡിയെപ്പോലെ ട്രംപ് ആവണമെന്നും മോഡി ഏറ്റവും നല്ല നിലയിലേക്ക് ഉയർന്നു പോകുന്നു എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ സിനോജി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ധാരാളം മലയാളികൾ നമുക്കവിടെ പരിചയമുണ്ട്. അവർ പറയുന്നത് അവരുടെ ജീവിത നിലവാരം വിലക്കയറ്റം കാരണം കുതിച്ചുയർന്നു. ഇപ്പം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ അവർ മേടിക്കുന്നുണ്ട്. എല്ലാത്തിനും ഈ മണ്ടൻ എന്ന് പറഞ്ഞ പ്രശ്നമാവുമോ? എന്താണ് ഈ മണ്ടൻ ഇങ്ങനെ കൂട്ടവും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ഞാനൊരു ന്യൂസ് ചാനൽ കാണുമ്പോൾ പറയാണ്, ഇന്ത്യക്കെതിരെ 100% ടാക്സ് വയ്ക്കാൻ പോകുന്നു, ഇന്നലെ തീരുമാനിച്ചു. എന്നിട്ട് യൂറോപ്പിലുള്ള അദ്ദേഹത്തിൻ്റെ സഹ രാജ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു, നമുക്കൊക്കെ അവരുമൊക്കെ 100% ആക്കണം ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ഡ്യൂട്ടിന്ന്. ഇന്ന് രാവിലെ അദ്ദേഹത്തിന് കിടന്നുറങ്ങിക്കഴിയുമ്പോൾ മനംമാറ്റം ഉണ്ടായി. ഏഞ്ചൽ വന്ന് പറഞ്ഞു അത്രയും വേണ്ട, കുറച്ചൊന്ന്. അപ്പോൾ കുറയ്ക്കുന്ന കാര്യം അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാരൊക്കെ പരിഭ്രാന്തിയിലാണ്. ഈ പൊട്ടൻ എന്താണ് വിളിച്ച് പറയണമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അവർ പറയുമായിരുന്നു $3-4 കൂടുതൽ ഒരു കിലോ ആപ്പിളിന് അവിടെ പോകാറില്ല. നല്ല ആപ്പിൾ തോട്ടങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ മേടിച്ചപ്പോൾ $11 കൊടുക്കേണ്ടി വന്നു ഒരു കിലോന്. നമ്മൾ അതെന്താ ഇത് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയത് കൊണ്ടാണോ? അല്ല, അതൊക്കെ ആപ്പിൾ പറിക്കാൻ ആളില്ലാണ്ട് നിലത്ത് വീണ് അല്ലെങ്കിൽ അത് മോശപ്പെട്ട് പോകുന്നു, അതുകൊണ്ട് കിട്ടുന്നില്ല, അങ്ങനെയാണ് കൂടിയത്. അതെന്താ കാര്യം? അതെ, നിങ്ങൾക്ക് അവിടെ അന്യ സംസ്ഥാന അതിഥി തൊഴിലാളികൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് അന്യരാഷ്ട്ര അതിഥി തൊഴിലാളികളുണ്ട്, മെക്സിക്കോയിൽ നിന്നും മറ്റുള്ള ആൾക്കാർ. അവരാണ് ഇങ്ങനത്തെ മീനിയൽ ജോബ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ നാടുകടത്തിയല്ലോ, വൻമതിൽ പണിതുകൊണ്ടിരിക്കുക. മെക്സിക്കോയിനും അമേരിക്കയ്ക്കും ഇടയ്ക്ക് വൻമതിൽ പണിതുകൊണ്ടിരിക്കുക. അവിടെ നിന്നാണ് അനധികൃത കുടിയേറ്റക്കാർ മെക്സിക്കൻ ബോർഡർ വഴിയാണ് അമേരിക്കയിലേക്ക് വരുന്നത്. അത് ട്രംപ് അധികാരത്തിൽ എത്തിയപ്പോൾ ഉടനെ തന്നെ പറഞ്ഞിരുന്നു, മെക്സിക്കോയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഞങ്ങൾ പുറന്തള്ളും, അവർ ബോട്ടിൽ കൂടെ മറ്റുമാണ് കടന്നു വരുന്നത്. അപ്പോൾ അവർക്കെതിരെ ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞാൽ അമേരിക്കയിൽ സാധാരണക്കാർ ചെയ്യേണ്ട ജോലികളെല്ലാം ചെയ്യുന്നു അവരായിരുന്നു. അതെ ഇപ്പം അവരില്ല. ഇപ്പോൾ തന്നെ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്ന കുറച്ച് പേരെ തിരിച്ചയക്കുകയുണ്ടായിരുന്നല്ലോ. അദ്ദേഹം ഇങ്ങനത്തെ ഓരോരോ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് പറഞ്ഞുകൂടെയാണ് അദ്ദേഹത്തിന് ഇലക്ഷന് വോട്ട് കിട്ടിയതെന്നുള്ളൊരു ഭാഷ്യം കൂടെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനായിട്ടുള്ള സ്ട്രോങ് മെഷേഴ്സ് എടുക്കും എന്നുള്ള ഒരു വാക്കും കൂടെ നൽകിയാണ് ആ വാക്കിൻ്റെ പുറത്തും കൂടെ വോട്ട് കിട്ടിയെന്ന് പറയാം. സിനോജി, ഇപ്പം നമ്മളുടെ റെമിറ്റൻസ്, ഇന്നിപ്പം നമ്മളുടെ സിനോജിയുടെ തന്നെ അനിയൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അദ്ദേഹത്തിന് $1,00,000 ശമ്പളം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ പണപ്പെരുപ്പം കാരണം എല്ലാത്തിൻ്റെയും പലിശ നിരക്ക് കൂട്ടിയിരിക്കുകയാണ്. അവിടെ എല്ലാം വീട് പണിയുന്നതാവട്ടെ, കാറ് മേടിക്കുന്നതാവട്ടെ, എല്ലാം ലോണിലാണ് മേടിക്കുന്നത്. അതിൻ്റെയൊക്കെ പലിശ ഉയർന്നിരിക്കണം. അപ്പോൾ നമ്മൾ ഒരു 10,000 രൂപ ലോണിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് 12,000 രൂപയായി. നാട്ടിലേക്ക് അയക്കേണ്ട 2,000 രൂപ അവിടെ കുറഞ്ഞു. അതുപോലെ എൻ്റെ വേറൊരു സുഹൃത്ത് പറയും, 120 രൂപയ്ക്കൊക്കെ അവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയ ആ ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു 10-12 ദിവസത്തേക്കുള്ള സാധനങ്ങൾ പ്രൊവിഷൻസ് മേടിക്കാം. അതിപ്പോൾ $200 രൂപയായിരിക്കുന്നു. അതായത് കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി. അപ്പോൾ $100 എന്ന് പറയുമ്പോൾ 8,000 രൂപ. ശരിയാണോ? അപ്പോൾ ഒരു മാസത്തെ 32,000 രൂപ. അപ്പോൾ ഈ 1,00,000 എന്ന് പറയുന്നതിൽ നിന്ന് അതൊക്കെ കുറഞ്ഞു വരുമ്പോൾ ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസ് അല്ലെങ്കിൽ വേറെ അവരുടെ രാജ്യത്തേക്കുള്ള റെമിറ്റൻസ് കുറയും. ധാരാളം പേര് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, വീടുകളായിട്ടും ഫ്ലാറ്റുകളായിട്ടും ഒക്കെ. അവർക്ക് ഇങ്ങോട്ടേക്ക് അയച്ചാൽ കൊടുത്താലല്ലേ EMI പോകുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യണം എന്നുള്ളൊരു പരിഭ്രാന്തിയിലാണ്. മാത്രമല്ല പല സ്ഥലത്തും മെഡിക്കൽ ഫീൽഡിലൊക്കെ റിസർച്ചിന് ഇഷ്ടം പോലെ പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിദേശത്തു നിന്നുള്ള മിടുക്കരായ കുട്ടികളാണ് ആ റിസർച്ച് ഫീൽഡിൽ വർക്ക് ചെയ്തത്. ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. മെഡിക്കൽ ഫീൽഡിലേക്ക് റിസർച്ചിന് കൊടുത്തിരിക്കുന്ന എയ്ഡ് അത് വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഈ അമേരിക്കയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രസക്തി ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഒബാമ ലെഗസി വേസ്റ്റ് എന്ന് നമ്മുടെ ബ്രഹ്മപുരത്തിനെ കുറിച്ച് പറയുന്ന പോലെ $7 ട്രില്യൺ അദ്ദേഹം
നമ്മളുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുമ്പോഴുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കടം, അദ്ദേഹത്തിൻ്റെ അല്ല അമേരിക്കയുടെ കടം. ഇപ്പം ട്രംപ് മൂന്നാമത് വന്നതല്ലേ, അല്ല ഒബാമ കഴിഞ്ഞിട്ട് ട്രംപ് കഴിഞ്ഞിട്ട് ബൈഡൻ കഴിഞ്ഞിട്ട് അങ്ങനെ വരുമ്പോൾ ഇപ്പം 34 ട്രില്യൺ ആയിരിക്കുന്നു. അതായത് ലോകത്തെ ഏറ്റവും അധികം അത് എന്നിട്ടാണ് എല്ലാവരും അമേരിക്ക എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇനി ഇവർക്ക് നോട്ടിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത അവസ്ഥയെത്തും. ആർക്കും എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്ക് അത് വേണ്ടാത്ത അവസ്ഥയെത്തും. നിയന്ത്രണമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏത് രാജ്യത്തിനാണ്? നമുക്കൊക്കെ ഒരു രാജ്യത്തിന് ഇത്രയും സ്വർണം കെട്ടിവെച്ചാൽ മാത്രമേ കറൻസി നോട്ടടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഡോളർ ഒരു വലിയ മൂല്യമുള്ള വസ്തുവാകാൻ കാരണം ഡോളറിന് ഇമ്പോർട്ട് ചെയ്ത് വരുമ്പോൾ കൊടുക്കാനുള്ള പൈസ ഒരു കൊല്ലത്തേക്കുള്ള എപ്പോഴും നമ്മളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഡോളറിനൊരു മൂല്യം വരുന്നത്. സിനുജി, ഞാൻ ആദ്യം അമേരിക്ക പോകുന്നത് 88 കേട്ടോ. ആദ്യം അപ്പോൾ നമുക്ക് $500 പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് റെസ്ട്രിക്ഷനാണ്. ഡോളറിന് വില ഒഫീഷ്യൽ മാർക്കറ്റിൽ 22 രൂപയൊക്കെ, 29 രൂപ അൺഒഫീഷ്യൽ മാർക്കറ്റിൽ. അപ്പോൾ ആൾക്കാർ ഈ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒഫീഷ്യലായിട്ട് 22 ഉള്ളൂ എന്ന് പറഞ്ഞ് അൺഒഫീഷ്യലായിട്ട് ഹവാല പണം പോലെ 29 കൈ കൊടുക്കും. അപ്പോൾ എനിക്ക് 500 അല്ല 1000 വേണമെങ്കിൽ ഞാൻ പോയിട്ട് 29-നോ 30-നോ മേടിക്കണം. $500 എനിക്ക് 22 രൂപയ്ക്കും കിട്ടും. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് വളരെ ബുദ്ധിരാജാവായിരുന്നല്ലോ. അദ്ദേഹം തീരുമാനിച്ചു ഇത് നമുക്കൊന്ന് നിർത്തണം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, 29 പെഗ് ചെയ്തു. നമ്മളുടെ ഒഫീഷ്യൽ റേറ്റും 29 ആക്കി. അപ്പോൾ ഈ കള്ളപ്പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് അത് ശരിയായില്ല. പിന്നെ അദ്ദേഹം അതിനെ കൊണ്ടുവന്ന് 32 പെഗ് ചെയ്തപ്പോൾ ഈ കള്ളപ്പണത്തിൻ്റെ ഒഴുക്ക് നിന്നു. എല്ലാവരും ഇന്ത്യൻ റേറ്റിൽ തന്നെ, അതായത് ഗവൺമെൻറ് റേറ്റിൽ തന്നെ ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് നമ്മളുടെ ഇത് കൂടി ഇപ്പോൾ വന്നിരിക്കുന്ന 87 രൂപയോ 88 രൂപയോ. അതിൽ നിന്ന് തിരിച്ച് ഞാൻ ആദ്യം അമേരിക്കയിൽ പോയ 22-നും താഴെ എത്തുന്നതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ പറയുന്നത്. അമേരിക്ക ഒരു രാജ്യമല്ലാതെ ആയിട്ട്, അതായത് രാജ്യമായിട്ടൊക്കെ നിൽക്കും, പക്ഷെ ഒരു പുവർ കൺട്രിയുടെ ലിസ്റ്റിലേക്ക് അമേരിക്ക വരുന്ന ഭാവി വിദൂരമല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ സംശയം ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ നിൽക്കുന്നു. ഇപ്പോൾ ഞാൻ പറയും എൻ്റെ ബ്രദർ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് കുറേ പൈസ ഉണ്ടാക്കിയാൽ അവന് സ്വാഭാവികമായിട്ടും ആ പൈസ കൊണ്ട് എൻ്റെ നാട്ടിൽ നിക്ഷേപിക്കാനല്ലേ നോക്കാം. അവൻ ചിലപ്പോൾ വീട് വാങ്ങാം, വില്ല വാങ്ങാം, ഫ്ലാറ്റ് വാങ്ങാം. പക്ഷേ പിന്നീട് ഈ പറയുന്ന അവിടുത്തെ ജീവിത നിലവാരം വർദ്ധിച്ചു വരുമ്പോൾ അവന് ഇവിടുത്തെ പൈസ അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വരുമെന്ന് മാത്രമല്ല, ഇവിടെയുള്ള ലാൻഡിൻ്റെയൊക്കെ വില കുറയും. ആ റെമിറ്റൻസ് മണി കാരണമാണല്ലോ ഇവിടെയുള്ള പൈസ കൂടി നിൽക്കുന്നത്. ലാൻഡിൻ്റെ ഒക്കെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും നമ്മുടെ ആൾക്കാരുണ്ട്. ഓസ്ട്രേലിയ ആവട്ടെ, കാനഡ ആവട്ടെ, അമേരിക്കയിലാവട്ടെ, സൗദി അറേബ്യ തുടങ്ങിയ നമ്മുടെ UAE രാജ്യങ്ങളിലൊക്കെ ആവട്ടെ നമ്മുടെ ആൾക്കാരുണ്ട്. അവരുടെ റെമിറ്റൻസ് പൈസയാണ് നമുക്ക് ഉള്ള ഒരു ആ പോഷായിട്ട് നിൽക്കുന്ന കാര്യം. അല്ലാണ്ട് പിണറായി സഖാവ് പൂട്ടിച്ച ഫാക്ടറികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്നേ ദരിദ്രരായ രാജ്യമായാണ്. ഒരു ഫാക്ടറിയും ഇവിടെ നടക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ കിറ്റക്സ് ഒരു ഫാക്ടറി പൂട്ടിച്ചു പിണറായി സഖാവ്. ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ 91% എക്സ്പോർട്ടും അമേരിക്കയിലേക്ക്. വാൾമാർട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലുലു മോളൊക്കെ പോലെ ഒരു ശൃംഖലയുണ്ട്, വാൾമാർട്ട് ഉണ്ട്. അങ്ങനെ 5 ശൃംഖലകൾക്ക് അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ കൊടുത്തു. അപ്പോൾ 3 രൂപ മുതൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കിറ്റക്സിന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ 200-300-അടുത്തെത്തി. അപ്പോഴാണ് ഇതുണ്ടായത്. ഇപ്പോൾ 190 കിടക്കാണ്. അദ്ദേഹം എന്ത് പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ കൊടുത്തോളാം. ഇന്ത്യക്കാർ ഡബിൾ ഹാപ്പി. കാരണം എക്സ്പോർട്ടിന് വച്ചിരിക്കുന്ന സാധനങ്ങളാണ് അതിൻ്റെ താഴ്ന്ന വിലയിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കുന്നത്. ഷെയർ മാർക്കറ്റ് കുതിച്ചു കയറാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്പോർട്ടിന് വച്ചിരിക്കുന്ന സാധനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ തന്നെ ബയേഴ്സ് ഉണ്ട്. നമുക്ക് പൈസയ്ക്ക് ഇവിടെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പേടിക്കുന്നു, അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്നു. അടുത്ത് തന്നെ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാണ്ട് ഹൈ മാനേജ്മെൻറ്റിലും മിഡിൽ മാനേജ്മെൻറ്റിലുള്ള പലരെയെങ്കിലും പുറത്തേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സിനുജി, 56% ഇപ്പം തന്നെ അമേരിക്കയിൽ പ്രൈസ് ഹൈക്ക് ഉണ്ടായിരിക്കുന്നു. ഈ ട്രംപേട്ടൻ വിചാരിച്ചു, ഇത് ട്രംപ് അണ്ണൻ വിചാരിച്ചു ഈ എല്ലാവർക്കും ഡ്യൂട്ടി കൂട്ടുവാണെങ്കിൽ ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ കാലിലൊക്കെ പോയി വീണ് അണ്ണാ കാപ്പാത്തുങ്കോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നു. പക്ഷേ
ഒരു രാജ്യവും അതിന് തയ്യാറായില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റിൻ്റെ 6 ഇരട്ടിയാണ് ഇന്ത്യയിലെ ഓൺ മാർക്കറ്റ്. നമുക്ക് നല്ല പർച്ചേസിങ് പവറും കൂടിയുണ്ട്. ഇപ്പോൾ ട്രംപണ്ണിൻ്റെ ഒരു ഗ്രീവൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാറുകൾ ടെസ്ല എന്ന് പറഞ്ഞൊരു വലിയ കാറൊക്കെ ഉണ്ടല്ലോ, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 76% മുതൽ 100% വരെ നമ്മളതിൽ തീരുവ അടിക്കും. കാരണം ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ പണ്ടേ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവിടെയുള്ള കാറുകൾക്ക് അത് 15% വരുന്നുള്ളൂ. അപ്പോൾ ട്രംപണ്ണൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ മേടിച്ചാൽ എന്താ എന്ന് പറയുമ്പോൾ, ഇന്ത്യൻ ഗവൺമെൻറ് മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള കാറുകളും അതുപോലുള്ള കാര്യങ്ങളെയും പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ നമ്മളത് താല്പര്യപ്പെടുന്നില്ല. ഒരു സെഗ്മെൻറ്റ് ഞാൻ എടുത്തു പറഞ്ഞേ ഉള്ളൂ. പക്ഷേ ട്രംപണ്ണൻ ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ കിടക്കുന്ന പസഫിക് ഓഷൻ അല്ലേ, ആ പസഫിക് ഓഷനിലേക്ക് അവിടുത്തെ ജനങ്ങളൊക്കെ താണു പോകും. മറ്റ് രാജ്യക്കാരൊക്കെ കിട്ടുന്ന പ്ലെയിനുകളിൽ കയറി അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചു വരും. ഒരിക്കലും ശാശ്വതമായ ഒരു പുരോഗതിയിലേക്ക് അമേരിക്ക പോകുന്നില്ല. ഇത്രയധികം $1 ട്രില്യൺ കടബാധ്യതയുണ്ട് രാജ്യം. അവരാണ് നമ്മളെ ചൂണ്ടിയിട്ട്, സിനുജി നമ്മൾ കേട്ടിട്ടില്ലേ, ഞാൻ സിനുജിരിക്കുന്ന ഇങ്ങനെ ചൂണ്ടുമ്പോൾ 3 വിരൽ എൻ്റെ നേരെയാണോ ചൂണ്ടുന്നതല്ലേ, എൻ്റെ ബാക്കി എല്ലാവരും 4 കൺട്രീസ് വി ആർ വെല്ലിയറ്റൻസ് എന്ന് പറയുമ്പോൾ കുറേ ആഷ്പുഷ് എന്നുള്ള ഇംഗ്ലീഷ് അമേരിക്കൻ ആക്സെൻ്റ് എന്ന് തന്നെ പറയും. ശരിക്കും നല്ല ഇംഗ്ലീഷ് പോലും അവർക്ക് എഴുതാൻ അറിഞ്ഞുകൂടാ കേട്ടോ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പോലും അവർക്ക് എഴുതാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അവരിതാ പേടിപ്പിടിക്കലൊന്നും ഒരു രാജ്യവും, ഇന്ന് രാവിലെ ഞാൻ കണ്ട ന്യൂസ് പോലെ എല്ലാവരും പുറകെ നടന്ന് നോബൽ പ്രൈസ് താ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്കെതിരെ 100% കൂട്ടാൻ നിങ്ങളൊക്കെ കൂടെ നിൽക്കുമ്പോൾ എല്ലാവരും അത് വേണം ഏട്ടാ, എനിക്കിപ്പോൾ ഒരു കോൾ വന്നു, എന്നെ ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കണു എന്ന് പറഞ്ഞാൽ എല്ലാവരും പൊങ്ങുകയാണ്. ട്രംപേട്ടൻ തനിച്ച് നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.